ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പേരിടുമ്പോഴോ കടകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരാണെങ്കിലും വ്യക്തമായ ന്യൂമറോളജി ധാരണയോടെ തന്നെയാണ് പേരിടേണ്ടത്. അവരുടെ ജീവിതത്തിന് അവരുടെ ഫ്രീക്വൻസി, അവർക്ക് വന്നു ചേരുന്ന സൗഹൃദങ്ങൾ, അവർക്ക് വന്നു ചേരുന്ന ഓപ്പർച്യൂണിറ്റിക്കെല്ലാം ഈ ന്യൂമറോളജിയിൽ ഭാഗ്യകരമായ അക്കങ്ങൾ ഒരുപാട് വഴിതെളിക്കാം. ന്യൂമറോളജി, വാസ്തു എന്നുള്ള രണ്ട് ഘടകങ്ങൾ ഒഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ സമാന്തരമായ മറ്റ് ജീവിതങ്ങളും ഇതും വെച്ച് നോക്കുമ്പോൾ ഇവരുടെതൊക്കെ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ പേരിയുള്ള ജീവിതമായിരിക്കും. പക്ഷെ അതിലവർ സന്തുഷ്ടരാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, എനിക്ക് ഇത്രയും ദൗർഭാഗ്യം വേണ്ട, എനിക്കും സാധാരണ രീതിയിൽ എല്ലാവരും പോലെ ഭാഗ്യകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം ടെക്നോളജീസ് ആണിതല്ല. അപ്പം ഇത്തരം ശാസ്ത്രത്തിനകത്തുള്ള സത്യങ്ങൾ നമ്മൾ ആരെയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡിൽ നമ്മളുടെ ഒരു ചർച്ചാ വിഷയം വാസ്തുശാസ്ത്രമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ന്യൂമറോളജി. അപ്പം നമ്മളിൽ പലരും ഇത് പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് ന്യൂമറോളജി. ഇതൊരു വീടോ വസ്തുവിലോ ഒന്നുമല്ല ബാധിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ പേര് തൊട്ട് തുടങ്ങിയെന്നാണ് സാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാറ് പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ വാസ്തുശാസ്ത്രത്തെ പറ്റി ഒരുപാട് സംസാരിച്ചു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ ചൂഴ്ന്നെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് ന്യൂമറോളജിയാണ്. ഇത് പെട്ടെന്നാണ് എല്ലാവരും ഈ ന്യൂമറോളജി എന്താണ് എന്നുള്ളത് അറിയുന്നത്. എന്താണ് ഈ ന്യൂമറോളജി എന്നുള്ളത്? ഇതും വാസ്തുശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? നല്ല ഒരു ചോദ്യം തന്നെയാണ്. കാരണം ന്യൂമറോളജി, വാസ്തു എന്നുള്ള രണ്ട് ഘടകങ്ങൾ ഒഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സുഗമമായ ജനജീവിതങ്ങൾക്ക് ഒരു ലൈഫ് ജുവൽസ് പോലെ ഇതിന് രണ്ടിനെ നമുക്ക് കൊണ്ടുപോകാം. ഒരുപക്ഷെ ഒരു അവാസ്തു വീട്ടിൽ ജീവിക്കുന്ന ഒരാളും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ന്യൂമറോളജി പ്രകാരം ദൗർഭാഗ്യമേറിയ ഒരു പേരാണ് വ്യക്തി ഉപയോഗിക്കുന്നുണ്ട്, അയാൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് നമ്മൾ സമാന്തരമായ മറ്റ് ജീവിതങ്ങളും ഇതും വെച്ച് നോക്കുമ്പോൾ ഇവരുടെതൊക്കെ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ പേരിയുള്ള ജീവിതമായിരിക്കും. പക്ഷെ അതിലവർ സന്തുഷ്ടരാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, എനിക്ക് ഇത്രയും ദൗർഭാഗ്യം വേണ്ട, എനിക്കും സാധാരണ രീതിയിൽ എല്ലാവരും പോലെ ഭാഗ്യകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം ടെക്നോളജീസ് ആണിതല്ല. അപ്പം ഇത്തരം ശാസ്ത്രത്തിനകത്തുള്ള സത്യങ്ങൾ നമ്മൾ ആരെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശക്തമായ ജ്യോതിഷ സംബന്ധമായ കാലങ്ങളെ പോലും അതിജീവിക്കുവാൻ വാസ്തു ന്യൂമറോളജിയിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ വാസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ട് പരിചയവും, പിന്നെ നമ്മളൊരു ഇന്ത്യൻ ടച്ച് ഉണ്ടല്ലോ വാസ്തു, നോർത്ത് ഇന്ത്യൻ നെയിമാണ് വാസ്തു. വസ്തു ഭാവിക്കുന്നത് വാസ്തു. ന്യൂമറോളജി പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് ടച്ച് വരുന്നു. ഒരിക്കലും അല്ല അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ വാസ്തുവിന്റെ പേര് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭൂമിശാസ്ത്രം. ന്യൂമറോളജിയുടെ പേര് നാഥായോഗ, നാഥം കൊണ്ടുള്ള യോഗം. അതിന് തമിഴ്നാട്ടിൽ എൺ കണിതം എന്ന് പറയും, നമ്മൾ സംഖ്യാശാസ്ത്രം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളും ഇംഗ്ലീഷിൻ്റെ 26 അക്ഷരങ്ങളുമാണ്. സോ ന്യൂമറോളജി ശബ്ദം കൊണ്ട് നമ്മൾ ബെനിഫിറ്റ്സ് ആവുന്നു. ശബ്ദമാണ് ദൈവം. നമ്മൾ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ പലതരം ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഓരോ തൂണിലും തുരുമ്പിലും ചാരി നിൽക്കുന്നു എന്നല്ല, തരംഗങ്ങളായി സർവ്വവ്യാപിയാവുന്നു. തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങളാണ്. അതാണ് തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് തരംഗങ്ങളാണ്. ഈ തരംഗങ്ങളാണ് ദൈവം, മീൻസ് ശബ്ദമാണ് ദൈവം. ഇവിടെ നമ്മൾ ന്യൂമറോളജി എങ്ങനെ പരീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു ജനന ദിവസം ഉണ്ടാവും. അതിന് 15 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കൂട്ടിയെടുക്കണം? ഗ്രഹ അനുപാതത്തിൽ 1+5 6 ശുക്രൻ, അതായത് 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 ഗുരു, 4 രാഹു, 5 ബുധൻ, 6 ശുക്രൻ, 7 കേതു, 8 ശനി, 9 ചൊവ്വ. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ 15-ാം തീയതി ജനിച്ചവരാണെങ്കിൽ നമ്മൾ ശുക്ര ഗ്രഹത്തിൻ്റെ പ്രതിനിധിയായി മാറുന്നു. 1+5 6. അതേപോലെ 17-ാം തീയതി ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ ശനി എന്നുള്ള ഗ്രഹത്തിൻ്റെ അധീനതയിലോട്ട് വരുന്നു. ഓഫ്കോഴ്സ് നിങ്ങൾ 1-ാം തീയതി ആണെങ്കിലും സൂര്യൻ. എന്നിട്ടാണെങ്കിലോ നമുക്ക് നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ തലമുടിക്ക് പോലും ഇത്തരം കാറ്റഗറീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ജനിച്ച ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അതൊരു പരിധി വരുന്ന ഫെയിലാണ്. കാരണം ചുരുണ്ട മുടിയായ ഒരു യുവതിയെക്കുറിച്ചാണ് ഞാൻ പറയുകയാണെങ്കിൽ, ആ പുള്ളിക്കാരി കഴിഞ്ഞ ആഴ്ച ബ്യൂട്ടി പാർലറിൽ പോയി മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ എൻ്റെ പ്രഡിക്ഷൻ തെറ്റും. പക്ഷേ ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന ബുക്സുകളും നേരത്തെയുള്ള
ഇതിൻ്റെതായിട്ടുള്ള ഒത്തിരി തെളിവുകളും അതിൻ്റെ ശീലങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇത് മാത്രമല്ല, ജനിച്ച ദിവസത്തിന് അനുയോജ്യമായ ഒരു പേര് നൽകണമെങ്കിൽ മറ്റൊരു സാധ്യത കൂടെ ന്യൂമറോളജിയിൽ നമ്മൾ എടുക്കണം. ജനന ദിവസ മാസ വർഷം കൂട്ടണം, 1+1+1+ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ ഒരു സംഖ്യ കിട്ടും. ഇപ്പോൾ 15-ാം തീയതി ജനിച്ചു എന്ന് ഞാൻ പറയുന്നില്ലേ, അപ്പം അവിടെ 6 ആകുന്നു. 15-ന് ദിവസവും മാസവും വർഷവും കൂടെ കൂട്ടുമ്പോൾ ചിലപ്പോൾ അവിടെ 37 ആയിരിക്കും. അപ്പം 3+7 3+7 10, അത് തന്നെ 1 ആവുന്നു സിംഗിൾ ഡിജിറ്റിൽ. അപ്പം ഇവിടെ സിംഗിൾ ഡിജിറ്റ് 6 ആവുന്നു. 6, 1 എന്നുള്ള കോമ്പിനേഷനിൽ 6-നും 1-നും അനുയോജ്യമായ ഒരു അക്കം ഉണ്ട് ന്യൂമറോളജിയിൽ. അതായിരിക്കണം നമ്മുടെ പേര്. മാത്രം പോരാ. കാരണം പലർക്കറിയാം ഞാൻ ഒരു ന്യൂമറോളജിസ്റ്റ് മാത്രമല്ല, ആസ്ട്രോന്യൂമറാണ്. ഹീബ്രു ന്യൂമറോളജി കൂടെ ചെയ്യുന്നുണ്ട്, ഹീബ്രു പിരമിഡ് സൂക്ഷ്മം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ന്യൂമറോളജിയിലൂടെ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് പൂർണ്ണമായും അതിൽ ആൾക്കാരുടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തിരച്ചിൽ ഹൈബ്രു പിരമിഡിലോട്ട് പോയി. അതും കൂടെ പഠിക്കുമ്പോൾ പിന്നെ മറ്റൊരു ഇൻഫർമേഷനിലൂടെ ഞാൻ ആസ്ട്രോ സൈഡും കൂടെ നോക്കാൻ തുടങ്ങി. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പേര് അതിനൊരു സിംഗിൾ ഡിജിറ്റിലുണ്ടാവും. ഇപ്പം ഞാൻ ഒരു ഭാഗ്യകരമായ പേര് 9 വെക്കുകയെന്ന് വെക്കുക. 27 എന്നുള്ള നമ്പർ 9 ഇച്ചിരി ഭാഗ്യം തരുന്ന നമ്പര്. ആ വ്യക്തി 9-ാം തീയതി ജനിച്ചൊരു വ്യക്തിയാണ്. ശരി, 27-ാം തീയതി നമ്പർ പേര് കൊടുക്കാന്ന് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കണം, ആ ഗ്രഹത്തിന്റെ അധീനതയിലോട്ട് വരാൻ പോവാണ്. അപ്പം അയാളുടെ ജന്മജാതകം ഉണ്ടെങ്കിൽ ജന്മജാതകത്തിൽ 9 എന്നുള്ള ചൊവ്വ ഏത് പൊസിഷനിലാണെന്നും കൂടെ അന്വേഷിക്കണം. അത് ഉച്ചത്തിലാണോ നീചത്തിലാണോ എന്നും കൂടെ അന്വേഷിക്കണം. അത് കടകരാശിയിലാണെങ്കിൽ, കർക്കടക രാശിയിലാണെങ്കിൽ നീചം പേരുന്നു. അപ്പം സ്വയം ശക്തി നശിച്ച അല്ലെങ്കിൽ സ്വയം പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു ഗ്രഹത്തിന്റെ അധീനതയിൽ പോകുമ്പം അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നു. ഇതിന്റെ പേരാണ് ആസ്ട്രോന്യൂമർ. അത് നീചമാണോ ഉച്ചമാണോ സമമാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നു. അപ്പം ഈ 3 തലങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനായിരുന്നാലും വ്യക്തികൾക്കായിരുന്നാലും ഞാൻ പേര് കൊടുക്കുന്നത് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഇങ്ങനെ വളരെ സാവധാനം അവരുടെയും കൂടെ സെലക്ഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഒരു പേര് നിർണ്ണയിക്കുന്നത്. നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ ന്യൂമറോളജി എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളാൽ നമ്മൾ ബെനിഫിറ്റ്സ് ആവണം. എങ്ങനെ സൂര്യ വെളിച്ചം അതിൻ്റെ മറ്റ് പല കിരണങ്ങളെ ചാലിച്ചു കൊണ്ടുവരുന്നത് പോലെ ന്യൂമറോളജി എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളിൽ ഓരോ ഫ്രീക്വൻസിയുടെ 1-ന് എക്ക് 1-ന് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4 അങ്ങനെ പോകണമെങ്കിൽ ഇസറ്റിന് 26 വരേണ്ട, അല്ല ഇസറ്റിന് 7, എസിന് 3, ജിക്ക് 3, ഡബ്ല്യു 6, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ഫ്രീക്വൻസികളാണ്. ഇത് വളരെ അതിസൂക്ഷ്മമായിട്ട് നമ്മുടെ മുന്നോറുകൾ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലോ ഈ നമ്പേഴ്സിന് ഹൈ ഫോഴ്സ് വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതാണ് ഇനിഷ്യലായിട്ട് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ, അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരം 26 അക്ഷരത്തിൽ 13ഓളം അക്ഷരത്തിന് ഇൻഡിവിജ്വാലിറ്റി കൂടുതലാണ്. അത് ഇനിഷ്യലായിട്ട് വരുമ്പോൾ ആ പേരിന് കൂടുതൽ പവർ കൂടുന്നു, ആ കമ്പനിക്ക് കൂടുതൽ പവർ കൂടുന്നു. അപ്പോൾ ഒരു പേര് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം അതിസൂക്ഷ്മമായ രഹസ്യങ്ങളെ ചേർത്ത് നല്ലൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ കൺസൾട്ടോടുകൂടി നിങ്ങളുടെ കമ്പനിക്ക് പേരിടുക, ആ കുട്ടികൾക്ക് പേരിടുക. ഇപ്പം നമുക്കൊക്കെ എനിക്കൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാനത് പഠിച്ച് എൻ്റെ അച്ഛനമ്മമാരെ നോക്കിയിട്ടില്ല എനിക്ക് പേരിട്ടുന്നത്. അറിയില്ല. ഇപ്പം ന്യൂജൻ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്ന, ഒരുപാട് ആൾക്കാർ ജനിക്കുന്ന കുട്ടികൾക്ക് ന്യൂമറോളജി പ്രകാരം. പിന്നെ ഞാനൊരു ആസ്ട്രോ ന്യൂമർ കൂടെ ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം പേരിടുമ്പോഴോ ബിസിനസ് സ്ഥാപനത്തിൽ പേരിടുമ്പോഴോ കടകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരാണെങ്കിലും വ്യക്തമായ ന്യൂമറോളജി ധാരണയോടെ തന്നെയാണ് പേരിടേണ്ടത്. അവരുടെ ജീവിതത്തിന്, അവരുടെ ഫ്രീക്വൻസി, അവർക്ക് വന്നു ചേരുന്ന സൗഹൃദങ്ങൾ, അവർക്ക് വന്നു ചേരുന്ന ഓപ്പർച്യൂണിറ്റിക്കെല്ലാം ന്യൂമറോളജിയിൽ ഭാഗ്യകരമായ അക്കങ്ങൾ ഒരുപാട് വഴിതെളിക്കാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മുടെ ജനനദിവസം അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ജനനദിവസം അറിയാത്ത ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നത്. അപ്പോൾ അതിന് കോമൺ നമ്പർ എന്ന് പറഞ്ഞ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. കോമൺ നമ്പർ ഏതൊരു വ്യക്തിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് സംസാരിക്കും. എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഒരുപാട് സംസാരിക്കും. മറ്റാരെയും അവർ ചെയ്യാറില്ല. അവർ എന്നെ ചോദിക്കും, സാർ ഇത്രയും സംസാരിച്ചില്ല. ഞാൻ ഒരുപാട് സംസാരിക്കും. കാരണം അവരെക്കുറിച്ച് അറിയാനാണ്. കാരണം ജന്മദിവസം അവർക്കറിയില്ലെങ്കിലും അവരോട് സംസാരിച്ച് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെന്നോട് പങ്കുവയ്ക്കുമ്പം എനിക്കൊരു നിശ്ചിതമായ ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിലും ഒരു പോസിബിലിറ്റി കിട്ടും. ഒരു പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം. അതും കണ്ടുപിടിച്ച് ചില നമ്പേഴ്സ് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അതല്ലാതെ ഏത് മനുഷ്യനും ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കോമൺ നമ്പേഴ്സ് ന്യൂമറോളജിയിലുണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ചർച്ചാ വിഷയം ന്യൂമറോളജി ആയിരുന്നു. ഒരു വ്യക്തിയുടെ പേരിൽ ഭാഗ്യം ഇരിക്കുന്നുണ്ടോ, അതെങ്ങനെ, ആ പേരിൻ്റെ ആൽഫബറ്റ്സിലുള്ള ഫ്രീക്വൻസീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം ഈ ചർച്ചാ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇതിനെപ്പറ്റി ഒരുപാട് നമ്മൾ അറിയാനുണ്ട്. എല്ലാവർക്കും പ്രയോജനകരമാകുന്ന രീതി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതിന് മുന്നേ നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളോ നിങ്ങളുടെ കുട്ടികളുടെ പേരിൻ്റെ കാര്യങ്ങളിലോ അങ്ങനെ എന്ത് സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം.